ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. സിംപ്ലി സയൻസിൻ്റെ മറ്റൊരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സൗരയൂഥത്തിന് പുറത്ത് ഭൂമിയിൽ നിന്നും ഏറ്റവും അധികം ദൂരത്തിൽ മനുഷ്യനിർമ്മിതമായ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു പേടകം പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ജീവനുണ്ടോ എന്ന് അന്വേഷിച്ച് അലയുന്നുണ്ട്. അതിൻ്റെ പേരാണ് വോയേജർ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വോയേജറിൻ്റെ യാത്രയെക്കുറിച്ചാണ്. ആയിരത്തി 1920 മുതൽ മനുഷ്യൻ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് പ്രപഞ്ചത്തിൽ നമ്മളല്ലാതെ ബുദ്ധിയുള്ള മറ്റ് ജീവികൾ എവിടെയെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഗ്രഹം ഭൂമിയെപ്പോലെയാണോ? ഇത്തരം ചോദ്യങ്ങൾ ആദ്യമായി ചോദിച്ചു തുടങ്ങിയത് 1900 തുടക്കത്തിലാണ്. 1958 ആകുമ്പോഴാണ് ആധുനികമായ രീതിയിൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. അന്ന് ആരംഭിച്ച ഒരു ഏറ്റവും വലിയ പരീക്ഷണമാണ് സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇൻ്റലിജൻസ്, SETI എന്ന പേരിൽ അറിയപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചെലവേറിയ ഒരു പരീക്ഷണം, പല രാജ്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന, നാസ, യൂറോപ്യൻ സ്പേസ് ഏജൻസി എല്ലാവരും ചേർന്ന് ചെയ്യുന്ന ഒരു പരീക്ഷണം. അതിനുവേണ്ടി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രപഞ്ചത്തിൻ്റെ ഏതെങ്കിലും കോണിൽ നിന്നും എന്തെങ്കിലും തരംഗങ്ങൾ വരുന്നോ എന്ന് കാതോർക്കാൻ വേണ്ടി വലിയ റേഡിയോ ടെലസ്കോപ്പുകൾ, അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് അമച്വർ ആസ്ട്രോണമേഴ്സ് അവരുടെ ചെറിയ ചെറിയ റേഡിയോ ടെലസ്കോപ്സ് വച്ച് കാത്തിരിക്കുകയാണ്. പക്ഷേ ഇതിലെല്ലാം ഏറ്റവും എടുത്തു പറയേണ്ടത് 1977 നടന്ന ഒരു കാര്യമാണ്. 1977 SETI എന്ന പരീക്ഷണത്തിലെ ഒരു നാഴികക്കല്ല് സംഭവമായി നമുക്ക് പറയാവുന്നുള്ള വോയേജറിൻ്റെ വിക്ഷേപണം നടത്തുന്നത്. വോയേജർ 1, 2 എന്ന പേരിലുള്ള 2 പേടകങ്ങൾ ഈ 77 രണ്ടാം പകുതിയിൽ ഭൂമിയിൽ നിന്നും വിക്ഷേപിക്കുകയുണ്ടായി. ഇവ ഇന്ന് സൗരയൂഥം കടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവ എന്താണ് നോക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോലെ ബുദ്ധിയുള്ള മറ്റ് ജീവികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആമിർ ഖാൻ്റെ PK എന്ന സിനിമയിൽ ഒരു റിമോട്ടും പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു അന്യഗ്രഹ ജീവി. അതുപോലെ ഏതെങ്കിലും ഗ്രഹങ്ങളിൽ, ഏതെങ്കിലും സൂര്യനെ ചുറ്റി ഒരു അന്യഗ്രഹ ജീവി ഇതുപോലത്തെ റിമോട്ട് പിടിച്ച് ഈ മറ്റ് ഏതെങ്കിലും ഗ്രഹത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് കാതോർത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അന്വേഷിച്ചിട്ടാണ് വോയേജർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വോയേജറിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. വോയേജർ ഇന്ന് എവിടെയാണ് എന്ന് ചോദിച്ചാൽ, ഭൂമിയിൽ നിന്നും 1560 കോടി കിലോമീറ്റർ ദൂരെയാണ് വോയേജർ. 17.1 കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ വോയേജർ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ വോയേജർ ഭൂമിയിൽ നിന്നും പോയി സൗരയൂഥം വിടുന്നതിന് മുമ്പ് പ്ലൂട്ടോയുടെ അതിർത്തിയിൽ നിന്നുകൊണ്ട് ഭൂമിയുടെ ഒരു ചിത്രം എടുത്തത് ഇന്നും ഇൻ്റർനെറ്റിൽ നമ്മളെല്ലാവരും കാണുന്നുണ്ട്. ഒരു പൊട്ടുപോലെ ഭൂമി കാണുന്ന ഒരു ചിത്രം, അതാണ് അവസാനം ഭൂമി എടുത്ത ഒരു ചിത്രം. അപ്പോൾ ഈ വോയേജർ ജൂപ്പിറ്റർ വഴിയും സാറ്റേൺ വഴിയും നെപ്റ്റ്യൂൺ വഴിയും പ്ലൂട്ടോ വഴിയും ഒക്കെ കടന്നു പോയപ്പോഴാണ് ശാസ്ത്രത്തിന് ഈ ഗ്രഹങ്ങളെക്കുറിച്ച് ഒരുപാട് വിവരങ്ങൾ കിട്ടുന്നത്. ജൂപ്പിറ്ററിൻ്റെയും സാറ്റേണിൻ്റെയും അനേകം ചന്ദ്രന്മാരെക്കുറിച്ചുള്ള വിവരം, ജൂപ്പിറ്ററിൻ്റെ അയോ എന്ന് പറയുന്ന ഒരു ചന്ദ്രനിൽ നടക്കുന്ന അഗ്നിപർവ്വതങ്ങളുടെ സ്ഫോടനം, അതുപോലെ തന്നെ ഈ ഔട്ടർ പ്ലാനറ്റ്സ് എന്ന് നമ്മൾ അറിയപ്പെടുന്ന വാതകങ്ങൾ നിറഞ്ഞ ഗ്രഹങ്ങളിലുള്ള വലയങ്ങൾ. നമ്മൾ വിചാരിച്ച് ശനിക്ക് മാത്രമേ വലയം ഉള്ളൂ എന്നാണ്, പക്ഷേ ഈ വലയങ്ങളെല്ലാം കണ്ടുപിടിച്ചത് വോയേജറാണ്. ഇനി വോയേജർ ഇങ്ങനെ യാത്ര തുടർന്നാൽ വോയേജർ എവിടെയൊക്കെ പോകും എന്ന് നമുക്ക് പരിശോധിക്കാം. ഇങ്ങനെ യാത്ര തുടർന്നാൽ ഒരു 300 വർഷം കഴിയുമ്പോൾ വോയേജർ ഊട്ട് ക്ലൗഡ് എന്ന് പറയുന്ന വളരെ വളരെ തണുത്തുറഞ്ഞ ശൂന്യാകാശത്തിലെ ഒരു മേഖലയിലൂടെ കടന്നു പോകും. ഇവിടെ നിന്നാണ് ദീർഘദൂര ധൂമകേതുക്കൾ, നമ്മൾ ലോങ് പീരീഡ് കോമറ്റ്സ് എന്ന് പറയും, ഹേൽ ബോപ്പ്
ഹാക്കുട്ടെ എന്നൊക്കെ പറയുന്ന നമ്മളെ വല്ലപ്പോഴും വന്ന് ഭൂമിക്കരിയിലൂടെ കടന്നു പോകുന്ന ഈ ധൂമകേതുക്കൾ അവിടുന്നാണ്, അവിടുത്തെ മഞ്ഞുറഞ്ഞ സ്ഥലങ്ങളിൽ നിന്നാണ് പുറപ്പെട്ടു വരുന്നത്. അപ്പോൾ 300 വർഷങ്ങൾ കഴിയുമ്പോൾ വോയേജർ അവിടെ കടക്കും. പക്ഷേ വോയേജറിന് ഊട്ട് ക്ലൗഡ് കടക്കാൻ ഒരു 30,000 വർഷമെടുക്കും. സൂര്യൻ്റെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം എന്ന് പറയുന്നത് ആൽഫ സെൻറ്റോറിയാണ്. 4.3 പ്രകാശവർഷം ദൂരെയാണ് സൂര്യനിൽ നിന്നും. എന്ന് വെച്ചാൽ അവിടെ നിന്ന് പ്രകാശം എത്താൻ 4.3 വർഷം എടുക്കും. ഇതിൻ്റെ അടുത്തുകൂടെ പോകണമെങ്കിൽ 75,000 വർഷം ഇനിയും എടുക്കും. നിങ്ങൾ ആലോചിക്കുക, അന്ന് ഭൂമി എന്തായിരിക്കും? ഭൂമിയിൽ മനുഷ്യൻ കാണുമോ? അന്ന് ചൊവ്വയിലൊക്കെ ചിലപ്പോൾ നമ്മൾ കോളനികളൊക്കെ സ്ഥാപിച്ച് ഭൂമിയിൽ നിന്നും ചൊവ്വയിലേക്ക് വളരെയധികം നമ്മൾ പ്ലെയിനിൽ പോകുന്ന പോലെ പോകുന്ന ഒരു കാലമായിരിക്കാം. അപ്പോൾ അങ്ങനെ വോയേജർ പൊയ്ക്കൊണ്ടിരിക്കും. പിന്നെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ വോയേജർ ഏതെങ്കിലും ഒരു ജീവി, നമ്മളെപ്പോലെ ഒരു ജീവി അതിൻ്റെ ഗ്രഹത്തിലെ ആകാശത്തിൽ വോയേജർ കടന്നുപോയെന്ന് കണ്ടേക്കാം. അന്ന് മനുഷ്യൻ കാണുമോ എന്ന് നമുക്ക് തീർച്ചയില്ല. പക്ഷേ എങ്ങനെയാണ് അങ്ങനെ ഒരു ജീവി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സ്പീഷീസ് വോയേജറിനെ പിടിച്ചെടുക്കുകയോ വോയേജറിൻ്റെ അടുത്ത് പോയി നോക്കുകയോ ചെയ്താൽ ഇത് ഭൂമിയിൽ നിന്ന് വന്നതാണെന്ന് തിരിച്ചറിയാൻ പറ്റുക? അവിടെയാണ് കാൾ സഗാൻ എന്ന് പറയുന്ന ഒരു ദീർഘവീക്ഷണമുള്ള ഒരു ശാസ്ത്രജ്ഞനെ നമുക്ക് കാണാൻ കഴിയുന്നത്. കാൾ സഗാൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയാണ് ഒരു വർഷം കൊണ്ട് ഈ വോയേജറിലെ 2 ഗ്രാമഫോൺ പോലത്തെ ഡിസ്കുകൾ, ഗോൾഡ് പ്ലേറ്റ് ചെയ്ത 2 ഗ്രാമഫോൺ ഡിസ്കുകൾ അതിനകത്ത് വച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണത്തിൽ റാസ്റ്റർ രൂപത്തിൽ ഡേറ്റ, അതിൽ ഭൂമിയെക്കുറിച്ച് പറയുന്ന പല കാര്യങ്ങളും അതിൽ എൻകോഡ് ചെയ്തിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഗ്രാമഫോൺ റീഡ് ചെയ്യുന്ന പോലെ ഏതെങ്കിലും ഒരു ചെറിയ ഒരു യന്ത്രം അവരുടെ കയ്യിലുണ്ടെങ്കിൽ അതിലൂടെ ഓടിച്ചാൽ അവർക്കതിൽ ഇത് വായിക്കാൻ പറ്റും. ഇനി അങ്ങനെ ഒരു യന്ത്രം ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഒരു ഗോൾഡ് പ്ലേറ്റഡ് ഗ്രാമഫോൺ വോയേജറിൽ സൈഡിൽ വെച്ചിട്ടുണ്ട്. അതിലാണെങ്കിൽ ചിത്രങ്ങളായിട്ടാണ് നമ്മൾ കോമ്പസ് ഇട്ട് കോറിയതുപോലെ ആ ഗോൾഡ് പ്ലേറ്റഡ് റെക്കോർഡിൽ പല ചിത്രങ്ങൾ ഭൂമിയുടെ കോറിയിട്ടിട്ടുണ്ട്. മനുഷ്യൻ്റെ ഒരു ആണിൻ്റെയും പെണ്ണിൻ്റെയും ചിത്രം, അതുപോലെ ഭൂമി, സൗരയൂഥം ഈ ചിത്രം, ഇത് വന്ന വഴി, ഈ വോയേജർ വന്ന വഴി, അതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഡിസ്കിൽ റാസ്റ്റർ രൂപത്തിൽ രേഖപ്പെടുത്തിയ ശബ്ദങ്ങളാണ് ഭൂമിയിൽ കുട്ടികൾ കരയുന്ന ശബ്ദം, അതുപോലെ 55 ഭാഷയിൽ ഉള്ള ഗ്രീറ്റിങ്സ്, അതായത് ഹലോ എന്ന് പറയുന്നത് 55 ഭാഷയിൽ. അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും നല്ല സംഗീതം, പലരുടെയും സംഗീതം, മഴ പെയ്യുന്ന ശബ്ദം, ഇതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിട്ട് വോയേജർ നമ്മുടെ ഒരു കയ്യൊപ്പായിട്ട് വോയേജർ ഇങ്ങനെ സൗരയൂഥം വിട്ട് അനന്തമായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും വെച്ച് എന്നെങ്കിലും ഭൂമിയിൽ ഇല്ലെങ്കിൽ പോലും ആ കാലത്തെങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണും എന്നുള്ള പ്രതീക്ഷയിൽ വോയേജർ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സിംപ്ലി സയൻസിൻ്റെ മറ്റൊരു ലക്കത്തിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.